ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഓൾവേസ് ഹോം എന്ന ചൈനീസ് ഡ്രാമയുടെ 5ാമത്തെ എപ്പിസോഡാണ്. അങ്ങനെ കഴിഞ്ഞ എപ്പിസോഡിൽ ചെന്നിന്റെ ക്ലാസ്മേറ്റ്സിന് പുതിയൊരു ആക്ടിവിറ്റി കിട്ടിയിരിക്കുകയാണ്. അതായത് അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു ബുക്ക് അവരെടുത്ത് അതിൽ എന്തെങ്കിലും ഒരു മെസ്സേജ് എഴുതി വെക്കുകയും ആ ഒരു ബുക്ക് തന്നെ കിട്ടുന്ന രണ്ടാമത്തെ ആളും അത് വായിച്ച് അതിന് റിപ്ലൈ കൊടുത്ത് ബുക്ക് പരസ്പരം വീണ്ടും എക്സ്ചേഞ്ച് ചെയ്യണം എന്നതായിരുന്നു ആ ഒരു ആക്ടിവിറ്റി. അങ്ങനെ അതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ ചെന്ന് ന്യൂറോ സൈക്കോളജിയുടെ ഒരു ബുക്കാണ് തെരഞ്ഞ് എടുത്തിരിക്കുന്നത്. അങ്ങനെ തലേദിവസം ഫുള്ള് ഈ ഒരു ബുക്ക് വായിച്ചിരുന്നു അത് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആണെന്ന് പറഞ്ഞ് പിറ്റേ ദിവസം അവൾ സോങ്ങിനോടും ജിങ്ങിന്റെ അടുത്തും ഈ ഒരു ബുക്കിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുമ്പോൾ ഏതായാലും നിന്റെ ഫ്രണ്ട്സിന് കൊടുക്കാൻ പറ്റിയ ബുക്ക് തന്നെയാണ് ഇതെന്ന് പറഞ്ഞ് ജിങ് അവളെ കളിയാക്കുമ്പോൾ അതങ്ങനെ നോർമൽ ആയിട്ടൊരു ബുക്ക് അല്ലെന്നും ഫ്യൂച്ചറിലേക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ടൊരു ബുക്കാണെന്നും ഇതിന് അതിൻ്റെതായിട്ടുള്ള ഒരുപാട് ഗുണങ്ങളുണ്ടെന്നൊക്കെ സോങ് പറയുന്ന കേട്ട് ഇവൻ ഇതൊക്കെ അറിയുമെന്ന് ആകെ അതിശയിച്ച് നിൽക്കാണ് ജിങ്. അങ്ങനെ ഫൈനലി അവർ ക്ലാസ്സിലേക്ക് എത്തുന്ന സമയത്ത് അവിടെയുള്ള എല്ലാ കുട്ടികളും ഓരോ ബുക്കുകൾ എടുത്ത് അതിൽ ഓരോ മെസ്സേജസ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോൾ ക്ലാസ്സിലേക്ക് എത്തുന്ന നമ്മുടെ ചെന്നാകട്ടെ അവള് കൊണ്ടുവന്ന ആ ഒരു ന്യൂറോ സൈക്കോളജിയുടെ ബുക്ക് എടുത്തിട്ട് ഈ ബുക്ക് നിങ്ങൾ തീർച്ചയായിട്ടും ഫുള്ള് വായിക്കണമെന്നും കാരണം ഇത് മുഴുവൻ വായിച്ചു കഴിയുമ്പോൾ നിങ്ങളുടെ മൈൻഡ് വളരെയധികം റിലാക്സ്ഡ് ആകുമെന്നും അതുകൊണ്ട് തീർച്ചയായും നിങ്ങളത് മുഴുവൻ കംപ്ലീറ്റ് ചെയ്യണമെന്നും അവള് എഴുതി വെക്കുന്നുണ്ട്. അങ്ങനെ അവർക്കത് ഒളിപ്പിച്ച് വെക്കേണ്ട സമയമാവുമ്പോൾ ജിങ് നേരെ അവന്റെ ബുക്ക് കൊണ്ടുവന്ന് അവിടെയുള്ള ഒരു ലൈബ്രറിയിൽ വെക്കുന്നുണ്ട്. എന്നിട്ട് വളരെ തന്ത്രപൂർവ്വം തന്നെ അവിടെ സീഷി വെച്ചിരുന്ന അവരുടെ ബുക്ക് എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. കാരണം ഓൾറെഡി നമ്മുടെ ജിങ്ങിന് സീഷിയോട് ഒരു ഇഷ്ടമൊക്കെ ഉള്ളതുകൊണ്ട് മനഃപൂർവ്വം തന്നെ അവരുടെ ബുക്ക് എടുത്തുകൊണ്ട് പോവാണ് ജിങ് ചെയ്തത്. ഇതേ നേരം തന്നെ അവരുടെ ക്ലാസിന്റെ ലീഡർ ആയിട്ടുണ്ടായിരുന്ന ആ ഒരു കൊച്ചു വന്നിട്ട് ജിങ് ഒളിപ്പിച്ചു വെച്ച അവന്റെ ബുക്കും എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. സോ അതിന്ന് തന്നെ ആ ഒരു ലീഡർ പെങ്കൊച്ചിന് ജിങ്ങിനോട് ചെറിയൊരു അട്രാക്ഷൻ ഉള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇതേ നേരം സീഷയെ കാണിക്കുകയാണെങ്കിൽ അവൾക്ക് സോങ്ങിനോട് ചെറിയൊരു താല്പര്യം ഉള്ളതുകൊണ്ട് അവളിപ്പോൾ ആ ഒരു സോങ്ങിന്റെ ബുക്കിന് വേണ്ടി അവളെ ഫുള്ള് നോക്കുന്നുണ്ടെങ്കിലും ആ ഒരു ബുക്ക് അവൾക്ക് അവിടെ നിന്നൊന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. ഇതേ നേരം ചെന്നാകട്ടെ അവിടെ ഉണ്ടായിരുന്ന കവേർഡ് ആയിട്ടുള്ള മറ്റൊരു ബുക്ക് എടുക്കുന്നുണ്ടെങ്കിലും പിന്നീടാണ് അത് ആ ഒരു ക്ലാസ്സിലെ ഏറ്റവും വലിയ പഠിപ്പിയായിട്ടുള്ള ലിയാന്റെ ആണെന്നും അവനിങ്ങനെ ഈ ഒരു ആക്ടിവിറ്റിയോടൊന്നും താല്പര്യമില്ലാണ്ട് അവന്റെ ഒരു ടെക്സ്റ്റ് ബുക്ക് തന്നെയാണ് ഇങ്ങനെ ഒരു ഗിഫ്റ്റ് ആയിട്ട് വെച്ചിരിക്കുന്നതെന്നും അവൾക്ക് മനസ്സിലാകുന്നത്. ഇതേ നേരം ക്ലാസ്സിലത്തെ ആ ഒരു ലീഡർ ജിങ്ങിന്റെ ആണെന്ന് അവൾ വിശ്വസിക്കുന്ന ആ ഒരു ബുക്ക് തുറന്നു നോക്കുമ്പോഴാണ് ശരിക്കും അത് സോങ്ങിന്റെ ബുക്കാണെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. കാരണം സോങ് അത് ജിങ്ങിനെ ഏൽപ്പിച്ചിട്ട് ജിങ് അത് ലൈബ്രറി കൊണ്ട് വെച്ച കാരണം കൊണ്ട് അത് ജിങ്ങിന്റെ ആണെന്ന് തെറ്റിദ്ധരിക്കുകയാണ് ആ ഒരു ക്ലാസ് ലീഡർ ചെയ്തത്. പക്ഷെ ഈ ഒരു കാര്യം മനസ്സിലാവാണ്ട് ആ ഒരു ക്ലാസ് ലീഡർ ഇപ്പോഴും അത് ജിങ്ങിന്റെ ബുക്ക് തന്നെയാണെന്ന് വിശ്വസിച്ച് അതിനെ വളരെ റൊമാൻറ്റിക് ആയിട്ട് കയ്യിലെടുക്കുന്ന സമയത്ത് ഇതൊക്കെ കണ്ടുകൊണ്ട് സീഷി പുറകിൽ നിന്ന് ഇരിക്കുന്നുണ്ടായിരുന്നു. കാരണം സീഷിയെ സംബന്ധിച്ച് അവൾക്ക് ഒരുപാട് ഇഷ്ടമുള്ള സോങ്ങിന്റെ ബുക്ക് ഒരാളിങ്ങനെ എടുത്ത് വളരെ അട്രാക്ഷനോട് കൂടി അത് വായിക്കുന്നതും നോക്കുന്നതൊന്നും അവൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. മാത്രമല്ല ഇതിനു മുമ്പുള്ള പല അവസരങ്ങളിലും ആ ഒരു ക്ലാസ് ലീഡർ ജിങ്ങിനെ നോക്കിയിട്ടുള്ളതൊക്കെ ശരിക്കും ജിങ്ങിനെ അല്ലെന്നും അത് സോങ്ങിനെയാണെന്നും ഇപ്പൊ സീഷി തെറ്റിദ്ധരിക്കുന്നുണ്ട്. അങ്ങനെ അവരുടെ മനസ്സിലിപ്പോ ചെറുതായിട്ട് ആ ഒരു ക്ലാസ് ലീഡറുടെ അടുത്ത് ഇത്തിരി അസൂയയും കുശുമ്പും ഒക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോൾ സീഷിയുടെ മനസ്സിലൂടെ ഒരുപാട് തെറ്റിദ്ധാരണകൾ കടന്നുപോയിട്ട് അവളിപ്പോ ഈവൻ ആ ഒരു ക്ലാസ് ലീഡറിനെ താനുമായിട്ട് കമ്പയർ ചെയ്യുകയും അവർ രണ്ടുപേരും സോങ്ങിനെ വെട്ടിപ്പിടിക്കാനായിട്ട് നടക്കുന്നവരാണെന്നും അവളിപ്പോ സോങ്ങിന്റെ ബുക്ക് തന്നെ എടുത്തുകൊണ്ട് പോയതുകൊണ്ട് തന്നെക്കാളും ഒരു സ്റ്റെപ്പ് മുമ്പിലാണ് അവളെന്നും സീഷി ഇങ്ങനെ ഓരോന്ന് തെറ്റിദ്ധരിച്ച് വെക്കുകയാണ്. ഇതേ നേരം സീഷിയുടെ ബുക്കിൽ സീഷി സോങ്ങിനെ പറ്റി എഴുതിയിട്ടുണ്ടായിരുന്ന കുറെ വാക്കുകളൊക്കെ കണ്ടിട്ട് ജിങ്ങും അത് തന്നെ പറ്റിയാണെന്ന് അവനും തെറ്റിദ്ധരിച്ച് വെക്കുകയാണ്. സോ നോർമലി ഈ ഒരു ബുക്കിന്റെ ആക്ടിവിറ്റി വന്നതുകൊണ്ട് എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് ആരും ആരുടെ ഫീലിങ്സും കറക്റ്റ് ആയിട്ട് മനസ്സിലാകാതെ ഇരിക്കുന്ന ഒരു സമയമാണ്. അങ്ങനെ ഇരിക്കുകയാണ് ജിങ് ഇപ്പോൾ സീഷിയുടെ ആ ഒരു ബുക്ക് എടുത്തതുകൊണ്ട് ഓൾറെഡി ഈ എഴുത്തും വായനയൊന്നും അധികം ചെയ്യാത്ത ജിങ്ങിന് അതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാവാതിരിക്കുമ്പോൾ അതിന്റെ അർത്ഥമൊന്നും പറഞ്ഞു തരാനായിട്ട് അവൻ സോങ്ങിനെ അപ്രോച്ച് ചെയ്യുന്നുണ്ട്. മാത്രമല്ല അവൾക്ക് തിരിച്ച് ഒരു മെസ്സേജ് എഴുതി കൊടുക്കേണ്ട കാരണം കൊണ്ട് താനത് എഴുതിയ ഭംഗിയാവില്ലെന്ന് പറഞ്ഞ് അവൻ പറഞ്ഞു കൊടുക്കുന്ന ഐഡിയാസ് ഒക്കെ സോങ് തന്നെയാണ് സീഷിയുടെ ആ ഒരു ബുക്കിൽ ഇപ്പൊ എഴുതി കൊടുക്കുന്നത്. അങ്ങനെ പിറ്റേ ദിവസം അവരുടെ ഈ ഒരു ബുക്കിന്റെ ആക്ടിവിറ്റി ഒക്കെ കഴിയുമ്പോൾ സ്റ്റുഡൻസ് അവരെടുത്തിരിക്കുന്ന ബുക്കുകൾ തിരിച്ച് അതേ സ്ഥലത്ത് തന്നെ റിട്ടേൺ ചെയ്ത് വെക്കണമെന്ന് ടീച്ചർ പറയുന്ന കേട്ടിട്ട് എല്ലാവരും ഇപ്പോൾ ആ ഒരു ബുക്ക് എടുത്ത സ്ഥലത്ത് തന്നെ തിരിച്ച് കളക്ട് ചെയ്യാനും വരുന്നുണ്ടെങ്കിലും ചെന്നിനെ മാത്രം അവളുടെ ബുക്ക് മിസ്സിംഗ് ആയിട്ട് കാണാണ്. ഇതേ നേരം തന്നെ സീഷി അവളുടെ ബുക്ക് തുറന്നു നോക്കുമ്പോൾ അതിൽ എന്തോ ഒരു കോട്ട് എഴുതിയിരിക്കുന്നത് അവൾ കാണുകയും അത് വായിക്കുകയും ചെയ്യുമ്പോൾ അത് സോങ്ങിന്റെ ഹാൻഡ് റൈറ്റിംഗ് ആണെന്ന് ചെന്നും കൂടി അവളുടെ അടുത്ത് പറയുന്നുണ്ട്. സോ ഇതും കൂടി കേൾക്കുമ്പോൾ സീഷിയുടെ ആ ഒരു ബുക്ക് കിട്ടിയിരിക്കുന്നത് സോങ്ങിനാണെന്നും അവളോട് ഒരുമാതിരി റൊമാൻറ്റിക് ആയിട്ട് ഒരു മെസ്സേജ് എഴുതി വെച്ചിരിക്കുന്നത് സോങ് ആണെന്നും സീഷി ഇപ്പൊ തെറ്റിദ്ധരിക്കുന്നുണ്ട്. അങ്ങനെ എവിടെ നോക്കിയാലും മിസ്അണ്ടർസ്റ്റാൻഡിങ്സിന്റെ ഒരു കളക്ഷൻ തന്നെ ഈ ഒരു എപ്പിസോഡിൽ ഫുള്ള് നമുക്ക് കാണാട്ടോ. ഇനി ബാക്ക് ടു ദ സ്റ്റോറി. ഇപ്പൊ ബുക്കുകളൊക്കെ തിരിച്ചു വെച്ചതിന് ശേഷം അവർ എല്ലാവരും കൂടി സോങ്ങിന്റെ വീട്ടിലേക്ക് ട്യൂഷനായിട്ട് എത്തുന്നുണ്ട്. അങ്ങനെ ട്യൂഷനായിട്ട് എത്തി അവരെല്ലാവരും ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലാണ് ഇപ്രാവശ്യത്തെ എക്സാം കഴിഞ്ഞതിന്റെ പേരില് ടീച്ചേഴ്സും പാരന്റ്സും ആയിട്ട് ഒരു പാരന്റ്സ് മീറ്റിംഗ് ഉണ്ടായിരിക്കുമെന്ന് സോങ് പറയുന്ന കേൾക്കുമ്പോൾ ഇത് കേട്ട് ജിങ് ആകെ തന്നെ ഷോക്ക്ഡ് ആയിട്ട് പോവുകയാണ്. കാരണം അവൻ ഓൾറെഡി ഇത്
ഇത്തിരി ഉഴപ്പി മാർക്കൊന്നും വാങ്ങിക്കാത്തതുകൊണ്ട് ഇപ്രാവശ്യം അവന്റെ പാരന്റ്സിന്റെ കയ്യിൽ നിന്ന് കണക്കിന് കിട്ടുമെന്ന് അവന് നല്ല രീതിയിൽ ഉറപ്പായിരുന്നു. അങ്ങനെ പാരന്റ്സ് മീറ്റിംഗിന്റെ അന്ന് അവരുടെ ക്ലാസ് ടീച്ചർ ഇപ്പോൾ എല്ലാ പാരന്റ്സിനോടും കോമൺ ആയിട്ട് ഇങ്ങനെ സംസാരിക്കവേ ആ ക്ലാസ്സിൽ പഠിപ്പിയായിട്ടുള്ള ലീറ്റയാന്റെ അമ്മയുടെ അടുത്ത് ബാക്കിയുള്ള പാരന്റ്സിനെ മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് ഒരു സ്പീച്ച് പറയാൻ പറയുകയും അതേ നേരം അത്രയും പേരുടെ മുമ്പിൽ വെച്ച് തന്നെ നമ്മുടെ ജിങ്ങിന്റെ അമ്മയുടെ അടുത്ത് ഈ ക്ലാസ്സിൽ ഏറ്റവും ബാഡ് പെർഫോമൻസസ് ചെയ്യുന്ന പല കുട്ടികളും ഉണ്ടെന്ന് പറയുമ്പോൾ അത് കേൾക്കുന്ന ജിങ്ങിന്റെ അമ്മ ആകെ ഇൻസെക്യൂർ ആയിട്ട് പോകുന്നുണ്ട്. മാത്രല്ല ഇതൊക്കെ കഴിഞ്ഞ് അവര് വീട്ടിലേക്ക് തിരിച്ചു വരാൻ നിൽക്കുന്ന നേരത്ത് ലീറ്റയാന്റെ ആ ഒരു അഹങ്കാരിയായിട്ടുള്ള അമ്മ വന്നിട്ട് തന്റെ മകൻ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നും ആ ക്ലാസ്സിൽ ഇപ്പൊ ഏറ്റവും ലോ മാർക്ക് സ്കോർ ചെയ്യുന്ന ജിങ്ങിന് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ തന്റെ മകന്റെ അടുത്ത് ചോദിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ് വീണ്ടും ജിങ്ങിന്റെ അമ്മേനെ താഴ്ത്തി പറയുമ്പോൾ അത് കേട്ട് ജിങ്ങിന്റെ അമ്മയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ടായിരുന്നു. അങ്ങനെ അടുത്ത സീനിൽ നമ്മൾ കാണുമ്പോൾ ക്ലാസ് കഴിഞ്ഞ് ജിങ് ഇപ്പൊ വീട്ടിലേക്ക് കയറാതെ നേരെ ചെന്നിന്റെ അടുത്തേക്ക് വന്നിട്ട് നിനക്ക് ഞാൻ അതും ഇതൊക്കെ വാങ്ങിച്ചു തരാന്ന് പറഞ്ഞ് അവളെ പിടിച്ചു വലിച്ച് തന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതാണ്. കാരണം ഈ ഒരു പാരന്റ്സ് മീറ്റിംഗ് കഴിയുന്ന ദിവസം അവന്റെ വീട്ടിലത്തെ സ്ഥിരം കാഴ്ചകൾ എന്താന്ന് ജിങ്ങിന് നന്നായി അറിയാവുന്നതുകൊണ്ട് ഇപ്രാവശ്യം അവൻ ചെന്നിനെ ഇറക്കി അവളെ മുമ്പേ വിട്ട് എന്തോ ഭാഗ്യത്തിന് അവന്റെ അമ്മയുടെ വായിലിരിക്കുന്നത് കേൾക്കാതിരിക്കാനായിട്ട് അവളെയും കൂട്ടി നേരെ അവന്റെ റൂമിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ എന്തോ ഭാഗ്യത്തിന് ജിങ് വേണമെങ്കിൽ അമ്മയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് പറയാം. അങ്ങനെ അവര് രണ്ടുപേരും കൂടി റൂമിലിരിക്കുകയാണ്. ചെന്നിപ്പോ ജിങ്ങിന്റെ ആൻസർ ഷീറ്റ്സ് ഒക്കെ കാണുന്നത്. അങ്ങനെ അതൊക്കെ എടുത്ത് നോക്കുന്നതിന്റെ ഇടയിൽ ജിങ് ശരിക്കും കരുതി കൂട്ടി തന്നെ മനഃപൂർവ്വം അവന്റെ ആൻസേഴ്സ് ഒക്കെ തെറ്റിച്ചതാണെന്നും അല്ലാതെ അവൻ അറിയാത്തതുകൊണ്ടല്ല അവന് ബാഡ് ആയിട്ടുള്ള ഗ്രേഡുകൾ കിട്ടുന്നതെന്ന് ആ ഒരു ആൻസർ പേപ്പർ കാണുമ്പോൾ തന്നെ ചെന്നിന് മനസ്സിലാകുന്നുണ്ട്. അങ്ങനെ ഇതിപ്പോ എന്തിനു വേണ്ടിയിട്ടാണ് നീ അങ്ങനെ ചെയ്തതെന്നും തന്നോട് സത്യം പറഞ്ഞില്ലെങ്കിൽ അവൾ തന്റെ അമ്മയോട് പറഞ്ഞു കൊടുക്കുമെന്നും പറയുമ്പോൾ ഏറ്റവും അവസാനം തനിക്ക് സീഷിനെ ഇഷ്ടമാണെന്നും സീഷി അങ്ങനെ ക്ലാസ്സിൽ അത്രയും പഠിക്കാത്തൊരു കുട്ടി ആയതുകൊണ്ട് അവളെക്കാളും കൂടുതൽ മാർക്ക് വാങ്ങിക്കാൻ തനിക്ക് ആഗ്രഹമില്ലെന്നും എപ്പോഴും അവളെക്കാളും കുറവ് മാർക്ക് മാത്രം തനിക്ക് കിട്ടിയാൽ മതി എന്നുമാണ് താൻ ആഗ്രഹിക്കുന്നതെന്നും അവനിപ്പോ തുറന്ന് ചെന്നിന്റെ അടുത്ത് പറയുന്നുണ്ടെങ്കിലും ഇത് കേൾക്കുമ്പോൾ ഓൾറെഡി നമ്മുടെ സീഷിക്ക് സോങ്ങിനോട് എന്തോ ഒരു താല്പര്യമുണ്ടോന്ന് ഡൗട്ടായിരുന്ന ചെന്നിനിപ്പോ ഇവനോട് എന്ത് പറയണമെന്ന് മനസ്സിലാകുന്നില്ല. കാരണം അവരുടെ റിലേഷൻഷിപ്സ് ഒക്കെ ഒരു ലവ് ട്രയാങ്കിളിലേക്ക് മാറിയിരിക്കുന്നതും കോംപ്ലിക്കേറ്റഡ് ആയതൊക്കെ ചെന്നിന് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ പിറ്റേ ദിവസമോ അവര് ക്ലാസ്സിലിരിക്കുന്ന സമയത്ത് അവരുടെ ക്ലാസ് ടീച്ചർ വന്നിട്ട് ഇനിയിപ്പോ അവർ ഹയർ സ്റ്റഡീസിന് പോകാൻ നിൽക്കുന്നത് കൊണ്ട് അവരുടെ ക്ലാസ് ഇനി സയൻസ് സ്ട്രീമിലേക്കും ആർട്സ് സ്ട്രീമിലേക്കും സ്പ്ലിറ്റ് ചെയ്യായിരിക്കുമെന്നും സോ അവരെല്ലാവരും ഇപ്പൊ അവർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു ഫോംസിലേക്ക് അവർ ഏത് സ്ട്രീമാണ് ചൂസ് ചെയ്യാൻ പോകുന്നതെന്ന് എഴുതി കൊടുക്കണമെന്നും നിങ്ങളുടെ പാരന്റ്സിന്റെ സിഗ്നേച്ചർ അതിലിടണമെന്നും പറയുമ്പോൾ ജിങ്ങും സോങ്ങും ചെന്നും ഒക്കെ അവര് സയൻസ് സ്ട്രീമിൽ തന്നെയാണെന്ന് ഉറപ്പിച്ച് പറയുന്നത് കേൾക്കുമ്പോൾ സീഷിക്കും സയൻസ് സ്ട്രീമിൽ വരാൻ താല്പര്യമുണ്ടെന്നും താനും നിങ്ങളുടെ ഒപ്പം തന്നെ ജോയിൻ ചെയ്യുന്നു, അതുകൊണ്ട് നമ്മൾ ആരും സ്പ്ലിറ്റായി പോകില്ലെന്നും സീഷി പറയുമ്പോൾ അതിന് നിന്റെ അമ്മ സമ്മതിക്കുമെന്ന് ചെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് തന്റെ അമ്മയുടെ സൈൻ തനിക്ക് ചെയ്യാൻ അറിയാമെന്നും എങ്ങനെയെങ്കിലും നിങ്ങളുടെ ഒപ്പം ഞാൻ സയൻസ് സ്ട്രീമിലേക്ക് വരാമെന്ന് സീഷി ഇപ്പൊ അവളുടെ അടുത്ത് പ്രോമിസ് ചെയ്യുന്നുണ്ടെങ്കിലും അന്ന് വൈകുന്നേരം വീട്ടിൽ ചെല്ലുമ്പോൾ അവൾ അങ്ങോട്ടേക്ക് ഒന്നും പറയുന്നതിന് മുമ്പ് തന്നെ അവളുടെ അമ്മ അവളുടെ അടുത്തേക്ക് വന്നിട്ട് നിന്റെ സ്കൂളിൽ ഇങ്ങനെ സ്ട്രീമുകളായിട്ട് ഡിവൈഡ് ചെയ്യുന്ന കാര്യം നിന്റെ ക്ലാസ് ടീച്ചർ പറഞ്ഞ് ഞാൻ അറിഞ്ഞു, സോ അതുകൊണ്ട് നീ എന്തായാലും ആർട്സ് സ്ട്രീം ചൂസ് ചെയ്താൽ മതി എന്നും അവളുടെ അടുത്ത് പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ തനിക്ക് ഇനി ഭാവിയിലായാലും ആർട്സ് സ്ട്രീമിൽ പഠിക്കാൻ പറ്റുമെന്നും തൽക്കാലത്തേക്ക് തന്നെ സയൻസ് സ്ട്രീമിലും ചേർക്കാനായിട്ട് അവൾ ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും അവൾ പറയുന്നൊന്നും കേൾക്കാണ്ട് അവളുടെ അമ്മ ഇപ്പോൾ അവൾ ആർട്സ് സ്ട്രീമിൽ തന്നെ പഠിക്കണമെന്ന് വാശി പിടിക്കുന്നുണ്ട്. മാത്രമല്ല നിന്റെ ഒപ്പമുള്ള ആ ഒരു പിള്ളേര് കാരനാണ് നീ ഇപ്പോൾ ഇങ്ങനെ പറയുന്നതെന്നും പക്ഷെ നമ്മുടെ ഭാവിയെ ആലോചിച്ച് നോക്കുമ്പോൾ നീ ആർട്സിൽ പഠിക്കുന്നതാണ് നല്ലതെന്നും അവളുടെ അമ്മ പറഞ്ഞ് അവളെ ഫോഴ്സ്ഫുള്ളി കൺവിൻസ് ചെയ്യാണ്. ഞാൻ പറഞ്ഞൊന്നും കേൾക്കുന്നില്ലെങ്കിൽ നിന്നെ എബ്രോഡിക്ക് അയക്കുന്നും കൂടി അവൾ പറയുമ്പോൾ പാവം ശേഷിക്ക് വേറെ ഓപ്ഷൻസ് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. മാത്രമല്ല അവളുടെ അമ്മ ഇപ്പോൾ അവളുടെ അടുത്ത് നിന്ന് പോകും മുമ്പായിട്ട് ഈ വരുന്ന വീക്ക് നിന്റെ ബർത്ത്ഡേ ആണെന്നും പക്ഷെ ബർത്ത്ഡേയുടെ അന്ന് ഞാൻ നിനക്ക് അറേഞ്ച് ചെയ്ത് തരുന്ന പിയാനോ ക്ലാസ് ഒക്കെ നിനക്ക് ഉള്ളതുകൊണ്ട് വേറെ ഏതെങ്കിലും ഒരു ദിവസം നിന്റെ ഫ്രണ്ട്സിന്റെ ഒപ്പം പോയിട്ട് സെലിബ്രേറ്റ് ചെയ്തോളാനും അവളുടെ അമ്മ ഇപ്പോൾ അവളുടെ അടുത്ത് പറയുന്നുണ്ട്. അങ്ങനെ അന്ന് നൈറ്റ് തന്നെ അവളിപ്പോൾ ചെന്നിന് മെസ്സേജ് അയച്ചിട്ട് താൻ എന്തായാലും അമ്മ പറഞ്ഞതുപോലെ ആർട്സ് സ്ട്രീം തന്നെയാണ് ചൂസ് ചെയ്യുന്നതെന്ന് അവളുടെ അടുത്ത് പറയുമ്പോൾ ഇത് കേൾക്കുന്ന ചെന്നിന് ആദ്യം ഇത്തിരി വിഷമമൊക്കെ ആകുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം വളരെ ഡിപ്രസ്ഡ് ആയി മൂഡ് ഓഫ് ആയിട്ട് സീഷി ക്ലാസ്സിലേക്ക് വന്ന് ഇരിക്കുമ്പോൾ തന്നെ കാണുന്നത് അവിടേക്ക് സോങ്ങും ജിങ്ങും ചെന്നും അവരുടെ ഒപ്പം ഇപ്പൊ സീഷിക്ക് പകരം അവരുടെ ഗാങ്ങില് വന്നുകൊണ്ടിരിക്കുന്ന അവരുടെ ആ ഒരു ക്ലാസ് ലീഡറിനെ കൂടിയിട്ടാണ്. ഓൾറെഡി ഈ ഒരു ലീഡറിന് സോങ്ങിന്റെ അടുത്ത് ഒരു ഇഷ്ടമുള്ളതായിട്ട് സീഷി തെറ്റിദ്ധരിച്ച കാരണവും അവളിനി തന്റെ പൊസിഷൻ കൂടി ആ ഒരു ഗാങ്ങിൽ നിന്ന് എടുക്കാൻ നോക്കുകയാണെന്നും വീണ്ടും തെറ്റിദ്ധരിച്ച് അവളോട് വളരെയധികം ദേഷ്യമായിട്ട് ഇത് കാണുമ്പോൾ സീഷിക്ക് കുറച്ചും കൂടി വിഷമവും ദേഷ്യവും ഒക്കെ തോന്നുന്നുണ്ട്. അങ്ങനെ അവരെല്ലാവരും അവരുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ളൊരു സ്ട്രീം സെലക്ട് ഒക്കെ ചെയ്തതിന് ശേഷം അന്നത്തെ ക്ലാസ് ഒക്കെ അവസാനിപ്പിക്കുമ്പോൾ ആ ഒരു ക്ലാസ് ലീഡർ ആ ഒരു ഫുൾ ക്ലാസ്സിന്റെ മുമ്പിൽ വെച്ച് തനിക്ക് ഒരു വീഡിയോ പ്ലേ ചെയ്യാനുണ്ടെന്ന് പറഞ്ഞ് അവിടുത്തെ സ്മാർട്ട് ബോർഡ് ഓൺ ചെയ്യുമ്പോൾ ഇപ്പോഴാണ് സീഷയെ ഞെട്ടിച്ചുകൊണ്ട് ആ ഒരു വീഡിയോയില് അവരുടെ ക്ലാസ്സിലുള്ള ഓരോരുത്തരും വന്നിട്ട് അവർക്ക് സീഷിനെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങളും അവളുടെ ആഗ്രഹം പോലെ അവൾ നല്ലൊരു ഓഥർ ആവാനായിട്ടുള്ള വിഷസും
ഒപ്പം അവളുടെ ബർത്ത്ഡേ പ്രമാണിച്ച് അവൾക്ക് വളരെ സിൻസിയർ ആയിട്ടുള്ള ബർത്ത്ഡേ വിഷസും കൂടി അവർ പറയുന്നത് കാണുമ്പോൾ ഇത് കണ്ട സീഷി ആകെ ഇമോഷണൽ ആകുന്നുണ്ട്. ആ ഒരു വീഡിയോയില് ജിങ്ങും സോങ്ങും ചെന്നും ഉൾപ്പെടെ എല്ലാവരും ഇങ്ങനെ അവളെ പ്രേസ് ചെയ്തുകൊണ്ട് അവളുടെ ബർത്ത്ഡേ വിഷസ് പറഞ്ഞുകൊണ്ട് ആ ഒരു വീഡിയോ ചെയ്യുന്നത് കാണുമ്പോൾ നേരത്തെ ആ ഒരു ക്ലാസ് ലീഡറിന്റെ ഒപ്പം അവരിരുന്ന് ഡിസ്കസ് ചെയ്തത് തന്റെ ബർത്ത്ഡേ ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് ഒരു സർപ്രൈസ് വീഡിയോ ഉണ്ടാക്കാനാണെന്ന് ഇപ്പോഴാണ് സീഷിക്ക് മനസ്സിലാകുന്നത്. അങ്ങനെ അവരെല്ലാവരും കൂടി അവളുടെ ബർത്ത്ഡേ ഒരു ചെറിയ സർപ്രൈസ് ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നതും തന്റെ ലൈഫിൽ തന്നെ തനിക്ക് കിട്ടിയിട്ടുള്ള എല്ലാവിധ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഗിഫ്റ്റുകളെക്കാളും ഏറ്റവും അവളുടെ മനസ്സ് നിറഞ്ഞത് അവളുടെ ഒരു ഫ്രണ്ട്സ് എല്ലാവരും കൂടി ചേർന്ന് അവൾക്കായിട്ട് ഒരുക്കിയ ഈ ഒരു ലിറ്റിൽ സർപ്രൈസ് ആണെന്ന് അവൾ പറഞ്ഞ് അവരെല്ലാവരും കൂടി വളരെ സന്തോഷത്തിൽ വീട്ടിലേക്ക് മടങ്ങി പോകുന്ന ഒരു സീനോട് കൂടിയിട്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ എൻഡ് ചെയ്യാണ്. സോ ഗൈസ്, ഇന്നത്തെ എപ്പിസോഡ് ഫുള്ള് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് തന്നെയായിരുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കുമല്ലോ. മാത്രമല്ല അവരുടെ ഇടയിലുള്ള ലവ് ട്രയാങ്കിളും ഇപ്പൊ ഓരോ ദിവസം കൂടുതൽ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഇത് ഇവരുടെ ഫ്രണ്ട്ഷിപ്പിനെ എഫക്ട് ചെയ്യോ ഇല്ലയോ എന്നൊക്കെ ഇനി വരുന്ന എപ്പിസോഡിൽ കൂടെ നമുക്ക് നോക്കാം. അപ്പോൾ ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.